ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിങ്ക വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. 19/1/1972 മൈസൂർ ഗവർണറായിരുന്ന ശ്രീ ധർമ്മവീര ശിലാസ്ഥാപനം നടത്തിയ ഒരു അക്വേറിയത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇന്നിത് നടത്തിക്കൊണ്ടുപോകുന്നത് നമ്മ ബംഗളൂരു അക്വേറിയം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. തുടക്കത്തിൽ മൈസൂർ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. സിക്ലിഡ് വിഭാഗത്തിൽപ്പെട്ട അതിസുന്ദരന്മാരും സുന്ദരികളുമായ മത്സ്യങ്ങളാണ് ഈ അക്വേറിയത്തിൽ കാണുന്നത്. ബംഗളൂരുവിലെ കപ്പൺ പാർക്കിന് തൊട്ടടുത്തായിട്ടാണ് ഈ അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. 95 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. മജസ്റ്റിക്കിൽ നിന്നും KR മാർക്കറ്റിൽ നിന്നുമൊക്കെ ഇവിടത്തേക്ക് ബസ് കിട്ടും. കപ്പൺ പാർക്ക് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. KR മാർക്കറ്റ് ഭാഗത്തു നിന്നുള്ള മെട്രോയിൽ വരുന്നവർ മജസ്റ്റിക്കിൽ ഇറങ്ങി MG റോഡ് ഭാഗത്തേക്ക് പോകുന്ന മെട്രോ ട്രെയിനിൽ കയറണം. എന്നിട്ട് കപ്പൺ പാർക്ക് സ്റ്റോപ്പിൽ ഇറങ്ങണം. അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേയുള്ളൂ കപ്പൺ പാർക്കിലേക്കും ഈ അക്വേറിയത്തിലേക്കും. ടണൽ അക്വേറിയം കണ്ടതിന് ശേഷം പ്രധാന കെട്ടിടത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലേക്കാണ് കയറിയത്. തൂണുകൾക്കിടയിൽ മറഞ്ഞു നിന്ന് ഒരാൾ എന്നെ തന്നെ നോക്കുന്നുണ്ട്. ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ എൻ്റെ ഭാഗത്തേക്ക് തന്നെ വരുന്നത് കാണാം. ഗോൾഡൻ ഫിഷ് വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളാണിവ. നാടൻ വെള്ളം പോലെ ഒരു നിർമ്മിതി ഇവിടെ കാണാം. അതിൽ നിറയെ ചെടികൾ വെച്ചിരിക്കുന്നു. സ്റ്റെപ്പ് കയറി മുന്നോട്ട് നടന്നാൽ ഇവിടെയൊരു പോണ്ട് കാണാം. ഈ കുളത്തിൽ നിറയെ കോയിക്കാർപ്പ് മത്സ്യങ്ങൾ കുളച്ച് തിമർത്ത് നടക്കുകയാണ്. 1 അല്ല 10 അല്ല, ഒരു 100 എണ്ണമുണ്ടവ. ഭാവനാസമ്പന്നമായ നല്ല തീമുകളാണ് ഇവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മുന്നോട്ട് നടക്കും തോറും പതിയെ പതിയെ നമുക്കത് ബോധ്യമാകും. ലാൽ ജോസിൻ്റെ സിനിമകളിലെ സെറ്റുകളെ അനുസ്മരിപ്പിക്കുന്ന വിധം കിടിലൻ സെറ്റിങ്സ്. കാണാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ എന്ന പോലെയായി കഥ. ഈ കെട്ടിടത്തിന് തികച്ചും വ്യത്യസ്തമായ ഒരു നിർമ്മാണ രീതിയാണ്. ഇവിടെയുള്ളതെല്ലാം അപൂർവതയുള്ളതാണ് എന്ന സൂചനയാണ് ഇത് തരുന്നത്. ഇപ്പറഞ്ഞതൊന്നും അതിശയോക്തിയല്ലെന്ന് വീഡിയോ മുഴുവനായും കണ്ടു തീർന്നാൽ നിങ്ങൾക്ക് ബോധ്യമാകും. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നതാണല്ലോ പ്രമാണം. തുടക്കത്തിലുള്ള ഈ കാഴ്ച കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന്. ഈ അക്വേറിയങ്ങളെ വർണ്ണസമ്പന്നമാക്കുന്നത് പവിഴപ്പുറ്റുകളുടെ സാന്നിധ്യമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ കുഞ്ഞൻ ജീവികൾ നിർമ്മിച്ചിരിക്കുന്ന പവിഴപ്പുറ്റിൻ്റെ മലകളിലാണ് പല ദ്വീപുകളും നിലനിൽക്കുന്നത്. ലക്ഷദ്വീപിൽ പോയാൽ പവിഴപ്പുറ്റിൻ്റെ മായാപ്രപഞ്ചം നമുക്ക് കാണാനാവും. ഈ അക്വേറിയത്തിലുള്ള വിരുദനെ കണ്ടാൽ നമുക്ക് കൈകൊണ്ടൊന്ന് തൊടാൻ തോന്നും. എന്നാൽ തൊട്ടാൽ പെട്ടത് തന്നെ, കാരണം വിഷമുള്ള മത്സ്യമാണിത്. പുകയില കൂട്ടി വെറ്റില മുറുക്കിയാലുള്ള അവസ്ഥ പോലെ കറങ്ങിത്തിരിഞ്ഞ് ഒരാൾ വരുന്നുണ്ട്. ഒരുതരം ജെല്ലി ഫിഷാണ് ഈ കാണുന്നത്. ഇവനെ അക്വേറിയത്തിൽ വളർത്താൻ വളരെ പ്രയാസമാണ്. നല്ല തഴക്കവും പഴക്കവും ഉള്ളവർക്ക് മാത്രമേ ഇതിനെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നിയോൺ ടെട്ര എന്ന കുഞ്ഞൻ മീനുകളാണിവ. കൂട്ടം കൂടി നിൽക്കുമ്പോൾ മഴവില്ലിന് പോലും ഇത്ര സൗന്ദര്യമുണ്ടാവില്ല. ഈ സൗന്ദര്യ കണികകളെ കാണുമ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് പോലും കൺഫ്യൂഷനാണ് എവിടെ ഫോക്കസ് ചെയ്യണമെന്നത്. ടെട്ര വിഭാഗത്തിൽപ്പെടുന്ന മീനുകൾ അധികവും കുഞ്ഞന്മാരാണ്. ഏഞ്ചൽ ഫിഷാണ് ഈ അക്വേറിയത്തിൽ കാണുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നാം കണ്ടതും സംസാരിച്ചതുമെല്ലാം പൂക്കളെക്കുറിച്ചായിരുന്നു. ശരിക്കും ചലിക്കുന്ന പൂക്കളാണ് മീനുകളെന്ന് പറയേണ്ടി വരും. അത്രയേറെ മനോഹാരിതയും വർണ്ണ വൈവിധ്യവുമുണ്ട് അവയ്ക്ക്. കണ്ണിമജിമാതെ നാം അവയെ നോക്കിയിരുന്നു പോകും. കുന്തം പോലുള്ള വാലുമായി നമുക്ക് മുന്നിലൂടെ കടന്നുപോയവനാണ് സ്വാഡ് ഫിഷ്. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൽ വെച്ച് ഇത്തരത്തിലൊന്നിനെ കണ്ടിരുന്നു. എന്നാൽ വാല് ഇത്രത്തോളം വാള് പോലെ ഡെവലപ്പായിരുന്നില്ല. വെറുമൊരു ഗ്ലാസ് അക്വേറിയത്തിൽ കുറച്ച് മീനുകളെ പിടിച്ചിട്ട് വളർത്തുകയല്ല ഇവരിവിടെ ചെയ്യുന്നത്. അവയ്ക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന വിധം ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിറങ്ങളുടെ ആറാട്ടാണ് ഓരോ അക്വേറിയത്തിലും. നിറപൂരങ്ങൾ പോലെ ഭാവന അത്ഭുതങ്ങൾ വാരിവിതറുകയാണ് ഇവിടെ. വർണ്ണങ്ങൾ മത്താപ്പൂക്കളായി പൊട്ടിവിടരുന്നു. മറ്റു ജീവികൾക്ക് മനുഷ്യരെ പോലെ ഭാഷയില്ല, സംസാരിക്കാനുമാവില്ല. ചലനങ്ങളിലൂടെയും തൊട്ടുരുമിയുമാണ് അവ പരസ്പരം ആശയങ്ങൾ കൈമാറുന്നത്. സദാ പ്രസരിപ്പോടെ പാഞ്ഞു നടക്കുന്ന ജീവികളാണ് മത്സ്യങ്ങൾ. അവയെ നോക്കിയിരുന്നാൽ സമയം പോകുന്നത് അറിയുകയേയില്ല.
തുറന്നുവെച്ച ക്യാമറ ഷട്ടർ പോലെയാണ് ഇപ്പോൾ കണ്ണും മനസ്സും. സമയത്തിൻ്റെ പാദചലനങ്ങൾ നിലച്ചുപോയതുപോലെ. ടെട്രാ മത്സ്യങ്ങൾ വളരെ ചെറുതാണെങ്കിലും ഭംഗിയിൽ അവർ അഗ്രഗണ്യന്മാരാണ്. മനുഷ്യനിൽ നിന്ന് വിഭിന്നമായി അതീന്ദ്രിയ ജ്ഞാനവും പാരിസ്ഥിതിക വ്യതിയാനങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. ഭൂകമ്പങ്ങൾ പോലും മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിവുള്ളവയാണ് അരോണ മത്സ്യങ്ങൾ. വൈവിധ്യങ്ങളാണ് ഓരോ അക്വേറിയത്തിലെയും ചെറുശില്പങ്ങളുടെ പ്രത്യേകത. ടെട്രാ വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലായി കാണുന്നത്. ഇവയ്ക്ക് സൗന്ദര്യവും പ്രസരിപ്പും കുറച്ച് കൂടുതലാണ്. ഓരോ അക്വേറിയം കാണുമ്പോഴും വിചാരിക്കും അതിലുള്ളതാണ് ഏറ്റവും സൗന്ദര്യമുള്ളത് എന്ന്. എന്നാൽ അടുത്തത് കാണുമ്പോൾ ഈ അഭിപ്രായം മാറ്റേണ്ടി വരും. ശരിക്കും ഇമചിമ്മാതെ കണ്ണുകൾ തുറന്നു പിടിച്ച് നടക്കുകയാണ് ഞാൻ. ചിന്തകൾ അപ്പുറത്താണ് ഈ കാണുന്ന മത്സ്യങ്ങൾ. കുറേ നേരം നോക്കി നിന്നതിന് ശേഷമാണ് ഇത് മത്സ്യങ്ങളാണെന്ന് തന്നെ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. അവിശ്വസനീയമായ ചലനങ്ങളാണ് ഇവയുടെ പ്രത്യേകത. ചാട്ടുളി പോലെ പായുന്ന ചില മത്സ്യങ്ങളെ ഈ കൂട്ടിൽ കാണാം. ഒരു സിക്സാഗ് മൂവ്മെൻ്റ് ആണ് അവരുടേത്. വളരെയധികം സൂക്ഷ്മതയോടെയും വൃത്തിയോടെയുമാണ് ഇവയെ സംരക്ഷിക്കുന്നത് എന്ന് നമുക്ക് ഇവിടം കണ്ടാലറിയാം. അല്ലെങ്കിലും ഇത്തരം സൃഷ്ടികളിലേക്ക് ഇതിൻ്റെ സംഘാടകരെ നയിക്കുന്നത് ചില സാമൂഹ്യ ബോധങ്ങളാണല്ലോ. പിന്നെ ഉള്ളിൽ ഇതിനോടൊക്കെയുള്ള ഒരുതരം പാഷൻ കൂടി ഉണ്ടാവണം. അദമ്യമായ അടക്കാനാവാത്ത ഒരു പാഷൻ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ എന്തും പരിപൂർണതയിലെത്തുകയുള്ളൂ. ഈ അക്വേറിയത്തിനുള്ളിൽ പതുങ്ങിയിരിക്കുന്നത് ഫ്ലവറോൺ ആണ്. നല്ല വിലയുള്ള മീനുകളാണിവ. ഈ അക്വേറിയങ്ങൾ അണിയിച്ചൊരുക്കിയ രീതി തന്നെ ഏറെ പ്രശംസനീയമാണ്. ഇതിൻ്റെ പുറകിൽ കഠിനാധ്വാനവും നല്ല കലാഹൃദയവും അത്യാവശ്യമാണ്. ഈ ശില്പത്തിന് ചുറ്റും തത്തിക്കളിക്കുന്നത് ടൈഗർ ടെട്രയാണ്. മൗനമാണ് ഇവരുടെ ഭാഷ. ചലനവും വർണ്ണങ്ങളുമാണ് ഇവരുടെ സൗന്ദര്യം. പെട്ടെന്ന് പൊലിഞ്ഞു പോകുന്നതിന് സൗന്ദര്യമേറെയായിരിക്കുമെന്നെവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുല്യനായ ഒരു കലാകാരൻ വരച്ചു വെച്ച എണ്ണച്ചായ ചിത്രങ്ങൾ പോലെയുണ്ട് ഇവിടെയുള്ള ഓരോ ദൃശ്യങ്ങളും. ഇത്തരം ദൃശ്യങ്ങൾ മനസ്സിലേക്ക് മഞ്ഞു പെയ്യും പോലെയാണ് കടന്നു വരിക. നശ്വരമായ ഈ ജീവിതത്തിൽ കുറച്ചു കാലത്തേക്കെങ്കിലും ഓർത്തുവെക്കാൻ ഒരുപിടി നല്ല ഓർമ്മകൾ. അവ പകർന്നു തരുന്നതായിരിക്കും പുതിയ പുതിയ ഓരോ സ്ഥലങ്ങളും. അലങ്കാര മത്സ്യങ്ങളുടെ ഈ ലോകം മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. നിറത്തുള്ളികളായി ചലിച്ചുകൊണ്ട് അവ നിങ്ങളുടെ മനസ്സിനെ സദാ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാഴ്ചകൾ കണ്ട് നിറഞ്ഞിരിക്കുകയാണ് മനസ്സ്. ഇനിയെന്നെങ്കിലും ഒരിക്കൽ ബാംഗ്ലൂരിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ അക്വേറിയം കാണാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.